ഇന്നത്തെ ദിവസം ഞാൻ മദ്യപിച്ചിട്ടില്ല. ഞാൻ ഒരു മീറ്റിംഗ് ഇപ്പം കഴിഞ്ഞു. ഒരു 10:30 ഒരു മീറ്റിംഗ് കഴിഞ്ഞു. ആൾമോസ്റ്റ് അവിടെയുള്ള കുറച്ച് ആൾക്കാരും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് ഇതുപോലൊരു ചെറിയ രീതിയിൽ പിന്നെ ഒരു സംക്ഷിപ്ത രീതിയിൽ ബിൽ വിൽസൺ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മുതൽ ഡോക്ടർ ബോബ് അവസാനമായിട്ട് മദ്യപിക്കുന്നവരാണ്. ചെറിയ രീതിയിൽ കുറച്ച് ഒരു പ്രസന്റേഷൻ, അതിൽ ആൾക്കാരുടെ കുറച്ച് പടങ്ങൾ. ഇതിനകത്ത് ഇപ്പോൾ കാണാൻ പോകുന്ന ഈ പടങ്ങൾ ഓരോരുത്തരെ കുറിച്ചും നമുക്ക് ഒരു ദിവസം തന്നെ പറഞ്ഞാൽ പറ്റുന്ന അത്രയും കഥകളുള്ള വ്യക്തികളാണ് ആൾക്കഹോളിക്സ് അനോണിമസിൽ. ഇതില് ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആൾക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പ്രോഗ്രാമിലേക്ക്, ഈ ഫെലോഷിപ്പിലേക്ക്, ഈ മീറ്റിംഗിലേക്ക് വന്നത് ഒരു പക്ഷേ ഒരാള് നേരത്തെ പലരുടെയും പിന്നെ സഹായങ്ങൾ ഉണ്ടായിരിക്കാം. അതിനൊക്കെ ഒരു നമ്മൾ ദൈവാനുഗ്രഹം ഒക്കെ പറയാറുണ്ട്. പല ആൾക്കാരുടെയൊക്കെ കൂടിച്ചേരലുകൾ, ചിലപ്പോൾ ഡീറ്റോക്സ്, റീഹാബ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള പ്രഷർ, എംപ്ലോയറിന്റെ പ്രഷർ, അങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് എന്ന് പറയുന്ന കേൾക്കുന്നു, ഏതെങ്കിലും സുഹൃത്ത് വഴി കേൾക്കുന്നു ഒരു മീറ്റിംഗ്. അപ്പോൾ ഇതിനൊരു പറയുന്നത് ഒരു സിങ്ക്രോണിസിറ്റി, ഇതെല്ലാം കൂടെ ഒരു എങ്ങനെയൊക്കെയോ കൂടിച്ചേർന്ന് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഓരോരുത്തരും. അതല്ലാതെ വളരെ അപൂർവ ആൾക്കാരായിരിക്കും ഒരു വലിയ മദ്യാസക്തനായിട്ട് ഒരാൾ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ഇന്നത്തെ ദിവസം എല്ലാം കൊള്ളാമല്ലോ, നല്ല സൂര്യൻ ഉദിക്കുന്നതും എല്ലാം കണ്ടു, ഇന്നോട്ട് കുടി നിർത്തിക്കളയാം, അല്ല ഇന്നോട്ട് ഞാനൊരു റീഹാബിൽ പോയി കളയാം, അങ്ങനെ തീരുമാനിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ നമ്മുടെ ഇതൊക്കെ പറയുന്ന പോലെ ഒരു ഹാറ്റ്സ് ഓഫ് ടു ദം, അവർക്കൊരു നമോഭാഗം അങ്ങനെയുള്ളു. അപ്പൊ ആരുടെയൊക്കെയോ എന്തൊക്കെയോ ഇതുകൊണ്ട് എത്തിപ്പെട്ട ഒരു ജീവിതത്തിലാണ് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആദ്യം പറയട്ടെ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രം നമുക്ക് ഇപ്പം അസിറ്റോൺ ഉണ്ട്, കംസോഫേജ് ഉണ്ട്, ഡോക്ടർ ബോബ് ആൻഡ് ഗുഡ് ഓൾടൈമേഴ്സ് ഉണ്ട്. അത് കൂടാതെ നമ്മുടെ 4 എഡിഷനകത്തും അവസാനം കുറെ റിയൽ സ്റ്റോറീസ് ഉണ്ട് അന്നത്തെ മെമ്പേഴ്സ്. അതിൽ നമുക്ക് കുറച്ച് ചരിത്രത്തിൻ്റെ, പിന്നെ ഒരുപാട് പറഞ്ഞ റൂട്ട് തന്നെ കോൺഫറൻസ് അപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലാത്ത എന്നാൽ വളരെ ഒതന്റിക് ആയിട്ടുള്ള പുസ്തകങ്ങളും നമ്മുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബുക്കുകളും കിട്ടാറുണ്ട്. എന്തായാലും ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കൂടുതലും ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ബുക്കുകളിൽ കിട്ടിയിട്ടുള്ളതാണ്. കുറച്ച് എന്നാൽ അതിനകത്തില്ലാത്ത ചരിത്രത്തെ ഒട്ടും വളച്ചൊടിക്കാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി രണ്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്, പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ കോഫൗണ്ടറായിട്ടുള്ള ബിൽ വിൽസണിന്റെ ജനനം അല്ലെ ജന്മം തന്നെ ഈ ലോകത്ത് ആൽക്കഹോളിക്സ് അനോണിമസ് പറഞ്ഞൊരു കൂട്ടായ്മയെ ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്ന് നമ്മളെപ്പോലുള്ള മദ്യാസക്തർ ശരിക്കും അദ്ദേഹത്തിൻ്റെയൊക്കെ ഇതുകൊണ്ടാണല്ലോ ഇവിടെ ഇപ്പം ഞാൻ ഇരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടെ പിന്നെ കുടിയും നിർത്തി സന്തോഷത്തോടെ ജീവിക്കാൻ. സോറി ടു ഇന്ററപ്റ്റ്. സൗണ്ട് ഇച്ചിരി കുറവാലോ ഫീൽ ചെയ്യുന്ന സൗണ്ട്. ഹലോ ഇപ്പൊ ക്ലിയറാ. മൈക്ക് ഒന്ന് അടുത്ത് പിടിച്ചാൽ മതി. ഹലോ അപ്പോൾ ഈ അങ്ങനെയാണ് ഞാനും ഒക്കെ ഇവിടെ എത്തിപ്പെട്ട് ഈ രാത്രിയിൽ 11 മണിക്ക് ചരിത്രം പറയാൻ, അദ്ദേഹത്തെ കുറിച്ചൊരു ചരിത്രം പറയാൻ പറ്റിയത് ഗ്രേറ്റ്ഫുൾ. പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇന്ന് ശരിക്കും 86ാമത്തെ വർഷം ആനിവേഴ്സറി ഉള്ള എഐക്ക് എല്ലാവിധ നമ്മൾ ആശംസകൾ. 86 വർഷം ഒരു വലിയ കാലയളവ് തന്നെയാണ്. എന്നാലും ഇനി അധികം താമസിക്കുന്നില്ല ഉള്ള സമയം കൊണ്ട് എനിക്ക് തോന്നുന്നു
ഈ ഇപ്പൊ ഇതിൽ പറയാൻ പോകുന്ന കഥാപാത്രങ്ങളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ കുറിച്ച് തന്നെ വേണമെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് അറിയാവുന്നവരെ ഓരോരുത്തരെ കുറിച്ചും ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഒരു സീരീസ് ഓഫ് ഈ ചരിത്രം താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ് പിന്നീട്. എന്തായാലും ഞാനിപ്പോ ഒന്ന് ഓടിച്ചു പോകണം. എന്നാൽ ഇതിനകത്തെ പ്ലേയേഴ്സിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ആദ്യമായിട്ട് കാണിച്ചിരിക്കുന്നത് റോളൻഡ് എച്ച് ഹാസാർഡ് എന്ന് പറയുന്ന ആളുടെ പടമാണ് ഈ കാണുന്നത്. ഇദ്ദേഹം അമേരിക്കയിലെ വളരെ ഒരു ധനാഢ്യനായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ മദ്യപാനിയുമായിരുന്നു. അന്ന് അവൈലബിൾ ആയിട്ടുള്ള അമേരിക്കയിൽ 1931 ആണ്, 31, 29 ആ കാലഘട്ടമാണ്. അമേരിക്കയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവിധ മെഡിക്കൽ വൈദ്യസഹായവും അല്ലാത്തതും ഒക്കെ നോക്കിയിട്ടും അദ്ദേഹത്തിന്റെ കുടിയിൽ നിന്ന് മാറാൻ പറ്റിയില്ല. അപ്പോഴാണ് ആരോ പറഞ്ഞത്, സൂറിച്ചില് യൂറോപ്പില് കാൾ യുങ് എന്ന് പറഞ്ഞ അന്ന് ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന 3 പ്രസിദ്ധരായ സൈക്യാട്രിസ്റ്റുകൾ ആയിരുന്നു. സിഗ്മണ്ട് ഫ്രോയിഡ്, ആഡ്ലർ, കാൾ യുങ്. ഈ 3 പേര്, ഇവരെല്ലാവരും 3 പേര് ഒരു സ്കൂളിൽ തന്നെ പഠിച്ച് ഫ്രോയിഡിന്റെ ഇതിൽ തന്നെ വരികയും, പക്ഷെ പിന്നീട് ആഡ്ലറും യുങ്ങും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാളുടെ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിൽ നിന്നും ഒരാളുടെ ഈ കളക്റ്റീവ് കോൺഷ്യസ്നസ് ഒക്കെ പറയുന്ന യുങ്ങിന്റെ അതിനെ അനലിറ്റിക്കൽ സൈക്കോളജി എന്നുള്ള ആ രീതിയിലേക്ക് മാറുകയും ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് എന്നുള്ള ഇതിലേക്ക്. ഫ്രോയിഡ് ഒക്കെ അപ്പം ഇദ്ദേഹത്തിന്റെ ഈ റോളൻഡ് ഹസാർഡ് ആരോ പറഞ്ഞു ഇദ്ദേഹം കൊള്ളാം, നല്ല ആളാണ്, ഇദ്ദേഹത്തെ ഒന്ന് പോയി കാണാൻ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ കാശുമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ആലോചിച്ച് നോക്കണം, ട്രാൻസ് അറ്റ്ലാന്റിക് ഇതൊക്കെ കഴിഞ്ഞ് വേണം സൂറിച്ചിൽ പോകാൻ അമേരിക്കയിൽ നിന്ന്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഷിപ്പിലും ഒക്കെ ആയിട്ടായിരിക്കാം അവിടെ ചെന്നു. ഏതാണ്ട് 1 വർഷത്തോളം ഇദ്ദേഹത്തിന്റെ കാൾ യുങ്ങിന്റെ ട്രീറ്റ്മെന്റിൽ റോളൻഡ് ഹസാർഡ് അവിടെ താമസിച്ചു. അതിനുശേഷം തിരിച്ച് കുടിയെല്ലാം നിർത്തി നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഒരു അല്പനാൾ കഴിയുമ്പോൾ തന്നെ അദ്ദേഹം വീണ്ടും കുടിക്കുകയായി. അത് പുള്ളിയെ മാനസികമായിട്ട് തളർത്തി ഈ വ്യക്തിയെ. കാരണം ഞാൻ ഇന്ന് ലോകത്തറിയാവുന്ന ഏറ്റവും വലിയൊരാളുടെ ഈ കാൾ യുങ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒക്കെ ചികിത്സ കഴിഞ്ഞാൽ ഞാൻ കുടിച്ചു. എന്താണ് കാരണം? ഉടനെ ഇങ്ങനെ കാശുള്ളതുകൊണ്ട് വീണ്ടും അടുത്ത വണ്ടി വിളിച്ച് സൂറിച്ചിലെത്തുന്നു. കാൾ യുങ്ങിന്റെ അടുക്ക ചോദിക്കുകയാണ്, ഇന്ന പോലാണ് ഞാൻ വീണ്ടും കുടിച്ചു, ഇതെന്താ സംഭവം എന്നുള്ളത്, ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കാൾ യുങ് ഒരു മറുപടി പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഇതിലൊരു വൈദ്യശാസ്ത്രപരമായിട്ട് ഇതിനൊരു പരിഹാരം, ക്യൂർ ഞാൻ കാണുന്നില്ല. പക്ഷേ ചില ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസോ അങ്ങനെ ഒരു മാറ്റമൊക്കെ വന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്ന ഒരു വാചകമുണ്ട് റോളൻഡ് ഹസാർഡിൽ. ഇത് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രകാരന്മാർ പലരും നമ്മുടെ ഫൗണ്ടിങ് ഓഫ് എയുടെ ഒരു മൊമെന്റ് ആയിട്ട് ഈ പറഞ്ഞതിനെ കണക്കാക്കുന്നുണ്ട്. കാളിന്ന് റോളൻഡ് ഹസാർഡിന്റെ ഇടയ്ക്ക് പറഞ്ഞു. കാരണം നമ്മളും ഇപ്പൊ എയിൽ നമുക്കറിയാം സ്പിരിച്വൽ എക്സ്പീരിയൻസ്, നമ്മൾ അതിലേക്ക് വരുന്നത് സ്പിരിച്വൽ അവേക്കണിങ്, സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്നുള്ള ഇതിലേക്ക് വരുന്ന ഒരു പ്രോഗ്രാം അല്ലെ 3 തലത്തിൽ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരിതാണ്. ഇത് പിന്നീട് ഈ ഒരു നന്ദി, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഈ കാൾ യുങ് പറഞ്ഞതിനോടുള്ള നന്ദി കാണിച്ചുകൊണ്ട് ബിൽ വിൽസൺ ഒരു കത്തെഴുതുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് 61 കാൾ യുങ് ബിൽ വിൽസൺ ഒരു മറുപടി എഴുതുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിന്റെ ആ ലെറ്ററിന്റെ അവസാനം പുള്ളി ഒരു ലാറ്റിൻ വാക്ക് പറയുന്നുണ്ട്. അത് സ്പിരിറ്റം കോൺട്രാ സ്പിരിറ്റസ് എന്നാണ്. അതിൻ്റെ അർത്ഥം
ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷത്തിനെ മാറ്റുവാനായിട്ട് പിന്നെ അത് സ്പിരിറ്റ്, ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് കൊണ്ടേ പറ്റുള്ളൂ എന്നുള്ളത് കാളിയുങ് ഇന്ന് പറയുന്നതായിട്ട്. ഇനിയും കുറച്ച് കഥാപാത്രങ്ങൾ പിന്നീട് നമുക്ക് ഇവരെല്ലാം കൂട്ടി യോജിപ്പിക്കാം. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഫ്രാങ്ക്. ഇന്ന് ഞാൻ കേട്ട ചിലർ പറഞ്ഞ ബുച്ച്മാൻ എന്ന് പറയുന്നത് കേട്ടു. ഫ്രാങ്ക് ബുക്ക്മാൻ എന്നൊരു ഇംഗ്ലീഷ് ലേഡി പറയുന്നത് കേട്ടു. അതുകൊണ്ട് അതായിരിക്കും അത് ശരി എന്ന് തോന്നുന്നു. എന്തെങ്കിലും ആട്ടെ, ഫ്രാങ്ക് ബുക്ക്മാനോ ആട്ടെ, അദ്ദേഹം ഈ അമേരിക്കയില് ഈ കാലഘട്ടത്തില് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്, അതിനെക്കുറിച്ച് ഷിബു പിന്നീട് പറയുന്നു. ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ടച്ച് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു ഫസ്റ്റ് സെഞ്ച്വറി ക്രിസ്ത്യാനിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ 4 ആബ്സല്യൂട്ട്സ് എന്നൊക്കെ, ആബ്സല്യൂട്ട് പ്യൂരിറ്റി, സെൽഫിഷ്നെസ് ഒക്കെയുള്ള 4 ഇതിൽ പിടിച്ചിട്ട് ദൈവത്തിൻ്റെയൊക്കെ ഈ സാക്ഷ്യം പറയുന്ന ഒരു രീതിയിലുള്ള ഇതും, പക്ഷെ കൂടുതലും വളരെ ഹൈലി അഫ്ലുവൻ്റ് ആയിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ മാത്രം വരുന്ന ഒരു സംഘം രൂപീകൃതമാകുന്നു. ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഇന്ന് അമേരിക്കയിൽ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ നേരത്തെ ഒരു മീറ്റിങ്ങില് ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ഓക്സ്ഫോർഡിൽ വെച്ചിട്ടൊരു വലിയ മീറ്റിങ്ങില് അന്നുണ്ടായിരുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് സംസാരിച്ചിരുന്നപ്പോൾ ഒരു ലേഡി അവിടെ നിന്ന് എണീറ്റ് അവരുടെ സാക്ഷ്യം പറയുകയും അവരുടെ മാറ്റത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ കേട്ടു. അതിൽ നിന്നാണ് അപ്പോൾ ഫ്രാങ്ക് ബുക്ക്മാൻ ഇങ്ങനെ ഒരു ആശയം വരുന്നതും, ഈ രീതിയിൽ പോവാണ് ശരിയാണെന്നും പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഒരു, അതുകൊണ്ടാണ് ഓക്സ്ഫോർഡിൽ വെച്ച് തുടങ്ങിയത് കൊണ്ടാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നതും. പിന്നീട് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്, അതൊരു ചരിത്രം, ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്നുള്ള പേര് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഓക്സ്ഫോർഡുകാർ പറയുകയും അത് മാറ്റിയിട്ട് MRA എന്നുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്തു. അങ്ങനെ അമേരിക്കയിൽ വന്നതിന് ശേഷം ഇദ്ദേഹം അമേരിക്കയിലെ പല സ്ഥലങ്ങളിൽ ഈ ഗ്രൂപ്പ്, അന്ന് ഈ ഓരോരുത്തർ വന്നിട്ട് അവരുടെ പാവങ്ങൾ ഒക്കെ പറയുകയും എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയും അത് മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതങ്ങനെ മാറുകയും ദൈവം വന്ന് അത് ഹീൽ ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള ഇതും ആൾക്കാർക്കൊക്കെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടി ഉള്ള പ്രോഗ്രാം. നമ്മളുടെ പ്രോഗ്രാം ഒരുപാട് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഉള്ള സമയത്താണ് ഈ സാം ഷൂമാക്കർ എന്ന് പറഞ്ഞ അദ്ദേഹം ന്യൂയോർക്കില് കാൽവരി മിഷൻ എന്ന് പറഞ്ഞെടുത്ത്, അത് ഒരുപാട് ആൾക്കാരെ താമസിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പും വരുന്നതും. അദ്ദേഹം അതിൻ്റെ ഹെഡ് ആയിട്ട്, റവറൻഡ് പ്രീസ്റ്റ് ആയിട്ട് വരികയും ചെയ്യുന്നത്. അദ്ദേഹം നമ്മുടെ ചരിത്രമായിട്ട് പിന്നീട് ബന്ധപ്പെട്ട് ഈ ഗ്രൂപ്പിൽ, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലാണ് കാൾ യുങ് പറഞ്ഞതും പ്രകാരം റോളൻഡ് എച്ച് എന്ന് പറഞ്ഞ ആള് വന്ന് ഇവിടെ ചേരുന്നത്. എന്നുവെച്ചാൽ ആത്മീയമായിട്ടുള്ള ഒരിടത്ത് ചേരണം, റിലീജിയസ് ചേരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അന്നുണ്ടായിരുന്ന ഏറ്റവും നല്ല സംവിധാനമായിട്ടുള്ള ഇതിൽ ചേരുന്നത്. ഇവിടെ വെച്ചാണ് പിന്നെ കാളിയും നിൽക്കുന്ന, വലതുവശത്ത് നിൽക്കുന്ന വെള്ളക്കോട്ടിട്ട എബി താച്ചറിനെ, കാളിയും അല്ല റോളൻഡ് എച്ച് കാണും. അപ്പൊ എബി താച്ചറിനെ കാണുകയല്ല, എബി താച്ചറിനെ ഇങ്ങോട്ടേക്ക് റോളൻഡ് എച്ച് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എബി താച്ചർ എന്ന് പറഞ്ഞൊരു കള്ളൂടിയനായിരുന്നു. ബിൽ വിൽസണുമായിട്ട് ഒരു വർഷം കണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം വലിയ പ്രശസ്തമായ ഒരു കുടുംബത്തിലും ആൾക്കാരൊക്കെ വലിയ ആൾക്കാരും ഒക്കെ ആയിരുന്നു. പക്ഷെ കൂടി വലിയ പ്രശ്നമായി. ഒരു വളരെ രസകരമായ പുള്ളിയുടെ ഒരു കഥ അതിനകത്ത് വായിച്ചത്, ഒരിക്കൽ പുള്ളി കാറ് ഓടിച്ചുകൊണ്ട് ഒരു വീടിന്റെ മതിലെ ചെന്നങ്ങിടിച്ചു. മതിലൊക്കെ പൊളിഞ്ഞു. കാറ് പുള്ളി ഉടനെ വീടിനകത്തേക്ക് ഇറങ്ങി, ആ മതിലിനകത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വീടുണ്ട്. ഡോറൊക്കെ തുറന്നിറങ്ങി ആ വീട്ടിലെ ഉടമസ്ഥയായ ഒരു സ്ത്രീ ദേഷ്യത്തോടു കൂടി വന്നപ്പം എബി അവരുടെയൊക്കെ ചോദിച്ചു, എനിക്കൊരു ഗ്ലാസ് കാപ്പി തരാമോ? മതിലിടിച്ച് നമ്മൾ ഈ സിനിമയെ കണ്ട കൂട്ടാണ് അവിടെ ചെന്ന് ചോദിക്കുന്നു. അവരെ ഉടനെ പോലീസിനെ വിളിച്ച് ഉള്ളിയെ പൊക്കി കൊണ്ടുപോകുന്നത്.
അതുകൂടാതെ വേറൊരു പ്രശ്നത്തിന് ഈ എബി താച്ചറിനെ ഒരു ജഡ്ജിയുടെ മുന്നിലെത്തുകയും അന്ന് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലുള്ളവര് ഇത്രത്തോളം പ്രശ്നമായതുകൊണ്ട് പലപ്പോഴും ഈ പരോള് കിട്ടാനും ഒക്കെ ആയിട്ട് ഇവരുടെ ആൾക്കാരൊക്കെ ചെന്ന് പറഞ്ഞാൽ കിട്ടുമായിരുന്നു. അങ്ങനെ അവരുടെ പേരൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. സേബ്ര എന്നും ഷെർപ്പ് എന്നും പറഞ്ഞ രണ്ടുപേര് ഈ എബി താച്ചറിനെ റോളൻഡും കൂടെ പോയിട്ട് അവരുടെ ഒരാളുടെ അച്ഛനും എങ്ങാണ്ടായിരുന്നു അവിടുത്തെ ജഡ്ജ് ഇങ്ങനെ ശിക്ഷിക്കാൻ. അവിടുന്ന് ഞങ്ങളുടെ ഇതിൽ കൊണ്ടുപോകാം, ജഡ്ജി പറയുന്നുണ്ട് നീ നിന്നെ കുടിച്ചുടങ്ങാനും കണ്ടു കഴിഞ്ഞാൽ നിന്നെ ശിക്ഷിച്ചു കുളവാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ എബിയെ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പില് കൊണ്ടുവരുന്നത്. എഡ്വേർഡ് എന്നാണ് എബി എന്നാണ് പുള്ളിയുടെ എഡ്വേർഡ് എന്തോന്നോ ഒരു എന്തോ ഒരു ഫുൾ നെയിം എഡ്വിൻ ത്രോക്മോർട്ടൺ താച്ചർ എന്നാണ് ഫുൾ നെയിം. അദ്ദേഹത്തെ ഇവിടെ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെത്തുന്നത്. ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞോട്ട് എബിയും ബിൽ വിൽസനെ കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ബിൽ വിൽസൺ ഇങ്ങനെ, ഞാൻ ബിൽ വിൽസന്റെ കൂടെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് പുള്ളിയുടെ കഥ എന്ന് പറയാൻ ഒരുപാട്, എന്തായാലും പുള്ളിയുടെ ഇത്രയും പറയാനായിട്ട് പറയുന്നുള്ളൂ. 2-3 വട്ടം പുള്ളി ചികിത്സയും കുടിയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മക്കളും ഇല്ല, ഒന്നുമില്ല. പുള്ളിക്കൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയില്ല, കുടി കാരണം കൊണ്ട് അഡോപ്ഷൻ നടന്നില്ല. ലൂയിസിന്റെ 3 വട്ടം കണ്ട് മിസ്കാരിയേജ് ആയി, കഷ്ടമായ തുച്ഛമായ വേദനത്തിൽ കുടിച്ച് നടക്കുന്ന അവസ്ഥ. 2-3 വട്ടം ഈ ടൗൺസ് ഹോസ്പിറ്റലിൽ പോകുന്നു, തിരിച്ചു വന്ന് പല കഥകളുണ്ട്, രസകരമായിട്ട് വീണ്ടും കുടിക്കുന്നു. അപ്പോഴാണ് ഈ ബില്ലിനെ കുറിച്ച് പിന്നെ എബി ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ബില്ല് ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ലൂയിസ് വിളിച്ചാണ് പിന്നെ എബിയെ വിളിക്കുന്നത് വീട്ടിലേക്ക് വരാനായിട്ട്. ഒരുപാട് വട്ടം വിളിക്കുന്നു, ഒരുപാട് വട്ടം വരുന്നു എന്നൊക്കെയാണ് ചരിത്രത്തിൽ വരെ ഉള്ള വീട്ടിൽ വരുന്നതും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും എബി വരുന്നത് നമുക്കറിയാം. എബി വരികയും ഈ മദ്യം വെച്ച് നീട്ടുമ്പോഴത്തേ ഇല്ല എനിക്ക് വേണ്ട ഞാൻ നിർത്തി എന്നൊക്കെ പറയുന്ന കഥകള് അത് വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത് ബില്ലിന്റെ കഥയിലൊക്കെ. പക്ഷെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നു, വേറെ ആൾക്കാരും ഒക്കെ വന്ന് ഷെർപ്പും ഒക്കെ വന്ന് തന്നെ ക്ഷണിക്കുന്നുണ്ട്. ബില്ല് ഒരു വട്ടം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ എല്ലായിടവും ഒന്നാമനാവുന്നതാണ് കുടിച്ചുകൊണ്ട് തന്നെ പോകുന്നു. അവിടുത്തെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അങ്ങനെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലൊക്കെ അങ്ങനെ കയറ്റി വിടുന്നത്. എന്നാലും അവിടെ സംസാരിക്കാനും ഫിറ്റ്നസ് സാക്ഷ്യം പറയാനും ഒക്കെ അവസരമൊക്കെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വീണ്ടും പ്രശ്നമായി 1934 പിന്നെ ഡിസംബർ 11-ാം തീയതി ബിൽ വിൽസൺ വീണ്ടും ഈ ടൗൺസ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി അദ്ദേഹത്തിന്റെ കയ്യിൽ പറയുന്നത് സിൽക്കുവർത്ത് പറഞ്ഞതായിട്ട് പറയുന്നത് 2 തത്വശാസ്ത്രത്തിന്റെ ഒരു ലക്ഷത്തിലും അടുക്കലുള്ള കടയിൽ നിന്ന് ഭാര്യയുടെ അക്കൗണ്ടിൽ എത്രയോ 4 അങ്ങാണ്ട് ഒരു കേസ് ബിയറോ അങ്ങാണ്ട് മേടിച്ച് 1-2 എണ്ണം കഴിച്ചുകൊണ്ടാ ചെല്ലുന്നത്. അത് ബിൽ വിൽസന്റെ അവസാനത്തെ കൂടിയായിരുന്നു. 34 ഡിസംബർ 11 തീയതി. ബില്ലിന് അന്ന് 39 വയസ്സാണ്. അന്നത്തെ ആ ഹോസ്പിറ്റലിന്റെ ചെലവൊക്കെ വഹിക്കുന്നത് ബിൽ വിൽസന്റെ അമ്മയാണ്. അതിനുശേഷം ഡിസംബർ 14-ാം തീയതി എബി ബിൽ വിൽസനെ കാണാൻ ചെല്ലും. അപ്പം ബില്ല് വളരെ ഡിപ്രസ്ഡ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ബിൽ വിൽസനെ കാണാൻ ചെല്ലുന്നു. പക്ഷെ കുറെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് അല്പം ഡിപ്രഷനൊക്കെ കുറയുന്നുണ്ട്. ബിൽ വിൽസന്റെ മനസ്സിൽ കൂടെ പോകുന്നത് ലൂയിസിനെ ഭാര്യയെ ട്രീറ്റ് ചെയ്തതിനെ കുറിച്ചും ഒക്കെയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ആണെന്ന് അറിയത്തില്ല. ഈ ബിൽ വിൽസന്റെ ഈ നിരീശ്വരവാദ ചിന്തകൾക്കൊക്കെ ഒരു മാറ്റം വരും. പുള്ളി അവിടെ ഇരുന്ന് പറയുന്ന പ്രസിദ്ധമായൊരു വാചകം നമ്മുടെ ബുക്കിലൊക്കെ ഉണ്ട്. ഇഫ് ദർ ബി എ ഗോഡ് ലെറ്റ് ഹിം ഷോ ഹിംസെൽഫ് എന്നുള്ളത്.
പിന്നീടാണ് നമ്മുടെ വൈറ്റ് ഫ്ലാഷ്, ഹോട്ട് ഫ്ലാഷ് എന്നൊക്കെ പറയുന്നുണ്ടാവുന്നത്. ബിൽ വിൽസൺ ആകെ പരിഭ്രാന്തനായി ഈ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക്. പുള്ളി വിചാരിക്കുന്നത് ഈ തലച്ചോറിന് വല്ല അബദ്ധം പറ്റിയതാണ്, ഇനിയും വല്ല ഹാലൂസിനേഷൻ, മതിഭ്രമം വല്ലോ, അങ്ങനെ ചിന്തകൾ വല്ലോ ആണ്. ഭയങ്കര ഇതായിട്ട് നഴ്സിനെ വിളിച്ചു, പിന്നെ എനിക്ക് ഡോക്ടറിനെ ഉടനെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ചിന്തയുണ്ടോ, ഒന്നുകിൽ ഇത് സുബോധമായിരിക്കും, അല്ലെങ്കിൽ ഭ്രാന്തായിരിക്കും. ഇത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടറിനെ ഇതിനെക്കുറിച്ച് എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. നഴ്സിന്റെ ഒക്കെ പറഞ്ഞ് വേഗം ഡോക്ടറെ വിളിച്ചോണ്ട് വരും. അപ്പം നമ്മുടെ വില്യം സിൽക്വർത്ത് എന്ന് പറഞ്ഞ ഡോക്ടറാണ് നേരത്തെ ചികിത്സിച്ചതും, ഇദ്ദേഹത്തെ ചികിത്സിച്ചതാണ്. ഡോക്ടർ വന്നപ്പോൾ ബിൽ വിൽസൺ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ഡോക്ടർ കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഡോക്ടർ എന്നിട്ട് അതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ബിൽ വിൽസന്റെ ഒക്കെ ചോദിച്ചു. വളരെ ബുദ്ധിമുട്ടി ബിൽ വിൽസൺ അതിനുള്ള ഉത്തരങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ, ഈ കട്ടിലിന്റെ തലയ്ക്കുന്ന ഡോക്ടർ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റൂള് അല്ലെ കസേര വലിച്ച് ബില്ലിന്റെ അടുക്കലേക്ക് വന്നിരുന്നു. ഒന്നും പറഞ്ഞില്ല, എന്നിട്ടൊന്നും പറഞ്ഞില്ല. വീണ്ടും ഒന്നും പറയാതായപ്പോഴത്തേക്ക് ബിൽ വിൽസൺ വീണ്ടും പിന്നെ ആങ്ഷ്യസ് ആയി, ഡെസ്പറേറ്റ് ആയി, ഇറിറ്റബിൾ ആയി. അപ്പൊ പുള്ളി പറയാണ്, എൻ്റെ ഡോക്ടറെ, എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടറെ, പറയൂ, ഇത് യാഥാർത്ഥ്യമാണോ എനിക്ക് സംഭവിച്ചത്? എനിക്കിപ്പോഴ് മാനസികമായിട്ട് തകരാറ് വല്ലതും ഉണ്ടോ? കുറച്ചു നേരത്തെ വീണ്ടും മൗനത്തിന് ശേഷം ഡോക്ടർ പറയുകയാണ്, ഇങ്ങനെ പറഞ്ഞ, മൈ ബോയ്, എൻ്റെ കുട്ടി, നീ സെയിനാണ്, നിനക്കൊരു പ്രശ്നവുമില്ല, പൂർണ്ണമായും നീ സെയിൻ, ഒരു പ്രശ്നമില്ലാത്തൊരു വ്യക്തിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരിതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ. ഒരു സൈക്കിക് അപ്ഹെവൽ എന്ന് വെച്ചാൽ മാനസിക പ്രക്ഷോഭം, ഒരു എന്താ പറയുന്നത്, ഒരു ഒരു അവാന്തരമായ എന്നാണ് മലയാളത്തിൽ ഞാൻ കണ്ടത്, ഒരു അനുഭവം. പെട്ടെന്ന് നിർത്തിയിട്ട് ഡോക്ടർ പറയാണ്, ഇത്രയും ഇതിന് മറുപടി പറഞ്ഞിട്ട് പുള്ളി നിർത്തി. എന്നിട്ട് പറയാണ്, എൻ്റെ കുട്ടി, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന, സയൻസിൽ വിശ്വസിക്കുന്ന ഒരു ഡോക്ടറാണ്. പക്ഷേ ഇപ്പോൾ നിനക്ക് ഉണ്ടായെന്ന് പറഞ്ഞതിൽ നീ മുറുകെ പിടിക്കുക. കാരണം ഒരു 3 മണിക്കൂറിന് മുമ്പ് നിനക്കുണ്ടായിരുന്ന മാനസികമായിട്ടുള്ള അവസ്ഥയേക്കാൾ നല്ലതല്ലേ? അത്ര മനോഹരമായിട്ടാണ്. അതിനുശേഷമാണ് ഡോക്ടർ സിൽക്വർത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇദ്ദേഹം ഈ ടൗൺ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് അവിടുത്തെ റിക്കവറി ഒക്കെ വളരെ കുറവായിരുന്നു. 50,000-ൽ പരം ആൽക്കഹോളിക്സിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെയും ഈ ഡിപ്രഷൻ കാലഘട്ടത്തിൽ ഉള്ളിയുടെ പൈസയെല്ലാം നഷ്ടപ്പെട്ട് ഇവിടെ വന്നൊരു തുച്ഛമായ ഒരു ടൗൺ ഹോസ്പിറ്റലിൽ ജോലിക്ക് വേണ്ടി വരുന്നത്. ഇതെല്ലാം നമ്മുടെ കണക്ട് ചെയ്ത് എന്തിനു വേണ്ടി അദ്ദേഹം ഇവിടെ വന്നു, ബിൽ വിൽസനെ കാണാൻ വന്നു എന്നൊക്കെ ഉള്ളത് ആലോചിച്ച് നോക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ചെയിൻ നമ്മൾക്ക് മനസ്സിലാവുന്നത്. അതിന്റെ അടുത്ത ദിവസമാണ് എബി വീണ്ടും ബിൽ വിൽസനെ കാണാൻ വരുന്നു. ഈ വില്യം ജെയിംസ് എന്ന് പറഞ്ഞ അമേരിക്കൻ സൈക്കാട്രിയുടെ പിതാവെന്ന് വേണേൽ പറയാം, ഫിലോസഫറുമായിരുന്നു. അദ്ദേഹം എഴുതിയ വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ വളരെ കട്ടിയായിട്ടുള്ള ഒരു മിസ്റ്റിക് എക്സ്പീരിയൻസുകളെ കുറിച്ചും കൺവേർഷനെ കുറിച്ചും ഒക്കെയുള്ള ഈ വില്യം ജെയിംസ് നടത്തിയ ഒരു യൂണിവേഴ്സിറ്റിയിൽ, അതൊരു സ്ഥലത്ത് നടത്തിയ പ്രഭാഷണങ്ങളുടെ എല്ലാം ഉള്ള ഒരു ബുക്ക് 450, 600, 500 പേജുള്ള പുസ്തകം കൊണ്ട് കൊടുക്കുന്നു. ചരിത്രകാരന്മാർ പറയുന്നത് ബിൽ വിൽസൺ ഈ ബുക്ക് മൊത്തം വായിച്ചു നോക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തെ അതിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കി എന്നാണ് മനസ്സിലാവുന്നത്. കുറച്ച് എന്തോ ഒരു നമ്മളുടെ ഒരു മനസ്സിനൊരു ഉന്മേഷമൊക്കെ ഉണ്ടാകത്തില്ലേ? മനുഷ്യർക്കുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയായിരുന്നു ഈ ബുക്കിനകത്ത് പറഞ്ഞത്. അത് പല ടൈപ്പിലുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. പൂർണ്ണമായും
ജീവിതത്തിന്റെ പ്രധാന മേഖലകളിൽ പരാജയപ്പെട്ടവർ, അല്ലെങ്കിൽ ഞാൻ മൊത്തം പരാജയപ്പെട്ടു എന്ന് സമ്മതിച്ചവർ. മൂന്നാമതൊരാൾക്കാരെ കുറിച്ചും പറയുന്നുണ്ട്, ഹയർ വലിയ ശക്തിയുടെ അടുക്കൽ സഹായത്തിന് അഭ്യർത്ഥിച്ചവർ. ഇവർക്കൊക്കെയാണ് ഈ ഒരു കൺവേർഷൻ, ഒരു മാനസാന്തരം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ചിലർക്ക് പെട്ടെന്നായിരിക്കും അവരുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം വരുന്നത്. അതിന് 2-3 കാര്യങ്ങൾ ആവശ്യമാണെന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞു. ഞാനിത് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്ന്, സഫറിങ്, കഷ്ടപ്പാടുകൾ, കലാമിറ്റി, പ്രശ്നങ്ങൾ, പിന്നെ ഹോപ്പ്ലെസ്നെസ്, പെയിൻ, വേദന, ഇതൊക്കെ ഉള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, സ്പിരിച്വൽ അല്ല, റിലീജിയസ് ആയിട്ടുള്ള അനുഭവത്തിന്റെ വാലിഡിറ്റി, അതിന്റെ സാധുതയെക്കുറിച്ചും ഇതിന്റെ ശക്തിയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയും. ഇനിയും ഇതിനുശേഷം ചരിത്രം നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഇതിനുശേഷമുള്ള ബിൽ വിൽസന്റെ ജീവിതം അതിശയകരമാണ്. കാരണം അടുത്ത 36 വർഷം ബില്ല് ഒരു തരത്തിലുള്ള ആൽക്കഹോളിക് ഡ്രിങ്കും കഴിച്ചില്ല. ഇത് എയുടെ ഒരു ഫൗണ്ടിങ് മൊമെന്റ് ആയിട്ട് പറയാം ഇതിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ സിൽക്കോർത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. സിൽക്കോർത്ത് വന്നതിന് ശേഷമാണ് ഈ ഹോസ്പിറ്റലിൽ റിക്കവറിയുടെ റേറ്റ് ഇച്ചിരി കൂടുന്നത്. സിൽക്ക്വർത്ത് എൻ്റെ ഒരു അദ്ദേഹമാണ് പറയുന്നത്, മദ്യാസക്തി ഒരു ഹാബിറ്റ് അല്ല, അതൊരു പ്രശ്നം അല്ലെ, വയസ്സ് ഒരു ദുർനടത്തപ്പൊന്നുമല്ല, ഇതൊരു കമ്പൽഷനാണ്, ഇതൊരു നിർബന്ധത്തിന് വഴങ്ങി വരുന്നതാണ്, ഇതൊരു അസുഖമാണ്, ഡിസീസ്, ഇൽനെസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്ന ഇതാണ്. അതുപോലെ തന്നെ ഇതൊരു അലർജിയാണ് ശരീരത്തിന്റെ, പുള്ളിയാണ് അത് കൊണ്ടുവന്നത്. പിന്നെ പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് സിൽക്ക്വർത്ത് ഇതിനകത്ത് ചെറിയ ഒരു മാറ്റം വരുത്തി. ഫിസിക്കൽ അലർജി എന്ന് പറയുന്നതിന് പുള്ളി അത്ര പ്രാധാന്യം കൊടുത്തില്ല. പുള്ളി പറഞ്ഞത് ധാർമ്മികമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് അദ്ദേഹം പറയുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു വേറൊരു വലിയ കാര്യം, കാൾ യുങ് പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായി ഒരു സൈക്കിക് ചേഞ്ച്, മാനസികമായിട്ടുള്ള ഒരു മാറ്റം വന്നില്ല എന്നുണ്ടെങ്കിൽ മദ്യാസക്തിന് ചെറിയ പ്രതീക്ഷയെ ഉണ്ടാവുള്ളൂ. അതുപോലെ ഈ പുസ്തകം ബെൽവിൽസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുസ്തകത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ബെൽവിൽസിന് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, മനുഷ്യർ പല രീതിയിലാണ് അവൻ വിശ്വസിക്കുന്ന ദൈവത്തെ കാണുന്നതെന്ന്. അപ്പൊ ഈ രീതിയിലൊക്കെ ആണ്. അതിനുശേഷം ഡിസംബർ 18 അവിടുന്ന് പുള്ളി ഇറങ്ങുക. അപ്പൊ എബി പറഞ്ഞത് കൊണ്ട് പിന്നെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് പോയി. അപ്പൊ ഈ കാൽവരി ചർച്ചിലാണ് റവറൻഡ് സാം ഷൂമാക്കർ ഉള്ളത്. ഇതത്ര പ്രാധാന്യമുള്ള ഇതല്ല, ഇവരെ കുറിച്ചൊക്കെ പിന്നീട് വരുന്നതാണ്. അതുകൊണ്ടാണ് എഡ്വേർഡ് ഡൗളിങ്ങും ഒക്കെ ഞാൻ അത് ഓടിച്ചു വിടുന്നത്. ഇത് വിൽസന്റെ വീടിന്റെ പടമാണ്, താമസിച്ച 182 ക്ലിന്റൺ സ്ട്രീറ്റ്. അതിനുശേഷം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോയി. അവിടെ എല്ലാം ബില്ല് ഒന്നാമനാവാൻ ശ്രമിച്ചു. എല്ലാവരെയും കുടിയിൽ നിന്ന് മാറ്റണമെന്ന് നോക്കി. ചില ആൾക്കാരെയൊക്കെ വീട്ടിൽ ക്ഷണിച്ചു. അവരുമായിട്ടുള്ള ഒരു താമസത്തില് ബില്ല് ഒരു വ്യത്യാസം കണ്ടു. ബില്ല് ഒഴിച്ച് മിക്കവാറും എല്ലാവരും കുടിച്ചു. അപ്പൊ ബില്ല് ഇവരെ വിളിക്കുമ്പോൾ വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ബില്ല് വളരെ അസ്വസ്ഥനായി. ഇതെല്ലാരും കുടിക്കുന്നല്ലോ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇത് ബില്ല് ഡോക്ടറിന്റെ അടുക്ക പറഞ്ഞു. അപ്പൊ ഡോക്ടർ സിൽക്ക്വർത്ത് പറഞ്ഞു, എന്തായാലും ഒരു കാര്യമുണ്ടല്ലോ, നീ കുടിച്ചില്ലല്ലോ എന്നുള്ളത്. അതിന് അപ്പൊ ലൂയിസ് പറഞ്ഞ അനുസരിച്ചായി ഡോക്ടറിനെ കാണാൻ പോകുന്നത്. അപ്പം ഡോക്ടർ പറയുന്നു, ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നു, നീ ഒരു കാര്യം ചെയ്യും, നീ ഏതാണ്ട് വലിയ ആനയാണെന്നുള്ള ഇതുള്ള ഡ്രൈവർ സീറ്റിൽ നിന്ന് മാറ്, അവരെയൊക്കെ പഠിപ്പിച്ച് കുടിയിന്ന് മാറ്റാൻ നല്ലത്. നീ ആരാന്നാ വിചാരിച്ചത്, നീ ഇങ്ങനെ പ്രീച്ച് ചെയ്യാതെ എന്ന് പറഞ്ഞു.
ഏതൊക്കെ ഒരു പക്ഷേ ദർ ആർ നോ പ്രീച്ചേഴ്സ് എന്നൊക്കെ ഏതൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഇത് നീ പ്രീച്ച് ചെയ്യൊന്നും വേണ്ട ഇന്നവരാണ്, നീ ഒരു സാക്ഷ്യം പറയുകയും മറ്റേ കാര്യങ്ങളൊന്നും വേണ്ട, നീ മാനസികമായിട്ടുള്ള മെന്റൽ ഓബ്സഷനെ കുറിച്ച് പറ, അലർജിയെ കുറിച്ച് പറഞ്ഞു. അത് പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ ഇരുന്നു, ഇതിനെക്കുറിച്ചാണ് പറയേണ്ടത്. വീണ്ടും ബിൽ വിൽസന്റെ ഈഗോ, പുള്ളി സ്റ്റോക്ക് ബ്രോക്കറിൽ അവിടുത്തെ ട്രേഡ് ചെയ്യുന്ന ആളായിരുന്നു. ഒരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ആക്രോൺ ഓഹിയോയിലേക്ക് ഒരു കമ്പനിയുടെ പ്രോക്സി ഫൈറ്റ് ഒരു പ്രശ്നവുമായിട്ട് പുള്ളി പോകുന്നു. അവിടെ പോയി ഒന്നും ശരിയായില്ല. കൂടെ വന്നവരൊക്കെ അങ്ങ് തിരികെ പോയി. അപ്പൊ തിരിച്ചു ചെന്നാലുള്ള ആ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ശ്രമവും കൂടെ നടത്താം എന്ന് വിചാരിച്ചു അവിടെ തങ്ങി. മെയ് 11 പുള്ളി താമസിച്ചത് മേ ഫ്ലവർ ഹോട്ടൽ ലോബിയിലാണ്. ഈ മേ ഫ്ലവർ ഹോട്ടൽ ലോബിയിൽ നമ്മുടെ ഇതുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഇതല്ല, എന്തുകൊണ്ടാണ് അവിടുത്തെ ചർച്ച് ഡയറക്ടറുടെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ 400 പേര് അടങ്ങുന്ന ഒരു മീറ്റിംഗ് ഈ മേ ഫ്ലവർ ഹോട്ടലിൽ വെച്ചാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ വരുന്നത്. അപ്പൊ അവര് വീടുകളിലും ഒക്കെ പോയി ഇങ്ങനെ അവരുടെ ഒരു ചർച്ച് ഡയറക്ടറി പോലെ അതിനകത്തുള്ള ആൾക്കാരുടെയും ഒക്കെ ഒരു ലിസ്റ്റും ഒക്കെയാണ് അവിടെ ഇങ്ങനെ വെച്ചിരുന്നത് ഈ പല ദിവസത്തെ കാലം. അപ്പൊ ഈ മെയ് 11 ഇവിടെ ഹോട്ടൽ ലോബിയിൽ ഇരിക്കുമ്പോൾ ബിൽ വിൽസന് വീണ്ടും സെൽഫ് പിറ്റി. പിന്നെ പുള്ളി ചിന്തിക്കുന്നത് പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് 30 ഇയേഴ്സിന് മുമ്പ് എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചത്. ഞാൻ ലൂയിസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഭഗവാനെ, ഞാൻ കുടിക്കാൻ പോവുകയാണല്ലോ. വല്ലാത്തൊരു വിഭ്രാന്തി. ചില്ലറ പുള്ളി പോയി കയ്യിലുണ്ടായിരുന്നു എത്രയോ $10 എങ്ങാണ്ട് എന്നുള്ളതെന്നാ പറയുന്നത്. കുറച്ച് ചില്ലറ വാങ്ങി ചർച്ച് ഡയറക്ടറുടെ അടുക്ക വരും. എന്നിട്ട് അവിടുന്ന് കുറെ പേരുണ്ടെങ്കിലും അദ്ദേഹം റവറൻഡ് വാട്ടർ ടങ്സ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തെയാണ് വിളിക്കുന്നത്. അപ്പോഴ് ഈ പേര് 10ാമത്തെ എങ്ങാണ്ട് ഒരു പേരാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഈ പേരെന്നുള്ള പിന്നീട് പറയുന്നത്, ടങ്സ് എന്നെങ്ങാണ്ട് പറഞ്ഞാൽ അവരുടെ നാട്ടിലെ ഒരു സ്ലാങ് ആയിരുന്നു പോലും, ബർമണ്ടിലെ. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം. എന്തോ ആയിക്കോട്ടെ, നമ്മളെയൊക്കെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമായിപ്പോയി. അങ്ങനെ അവർ ടാങ്ക്സ് വേറൊരാളുടെ പേര് പറയുന്നു, ഇയാളെ വിളിച്ച് നോക്കെന്ന് പറയുന്നു. അപ്പൊ വീണ്ടും വിളിക്കണം. അപ്പൊ അവസാനത്തെ ഒന്ന് വിളിക്കാനായിട്ട് എനിക്കൊരു ശക്തി കിട്ടും, ഒരു പെഗ് അടിച്ചാലോ എന്ന് വരെ ചിന്ത വരുന്നുണ്ട്. എന്തായാലും വിളിച്ചു. അപ്പം നോർമൻ എന്ന് പറഞ്ഞ ആള് ആണെന്ന് തോന്നുന്നു ഹെൻറിറ്റ സൈബൽറിംഗ് എന്ന് പറഞ്ഞ ആളുടെ പേര് കൊടുക്കും. ഈ പേര് കേട്ടപ്പോഴൊരെണ്ണം അടിക്കാന്ന് വെച്ചാൽ ഹെൻറിറ്റ സൈബൽറിംഗ് എന്ന് പറഞ്ഞ വലിയ വെൽത്തി ആയിട്ടുള്ള ഫാമിലിയിലെ ഒരു സ്ത്രീ ആണല്ലോ, അവരുമായിട്ട് അങ്ങനെ സംസാരിക്കും. എന്തായാലും വിളിച്ചു പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു വാചകമാണ്, ഐ ആം ഫ്രം ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ആൻഡ് ഐ ആം എ റം ഹൗണ്ട് ഫ്രം ന്യൂയോർക്ക്. ഞാൻ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്നാണ്, ഞാനൊരു തനി കുടിയനാണ് ന്യൂയോർക്കിൽ നിന്നുള്ളത്. ഐ നീഡ് ടു ടോക്ക് ടു സമൺ എൽസ്. അപ്പം അവര് ഈ സൈബർലിംഗ് എന്ന് പറഞ്ഞ അവര് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ സ്ഥിരമായിട്ട് പോകുന്ന വ്യക്തിയാണ്. അവരുടെ ഒരു ഇത് പറയുന്നത്, അവരാണ് 2 കൊല്ലമായിട്ട് ഈ ആക്രോണിലെ ഡോക്ടർ അവിടെ വരുന്നുണ്ട്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ വരികയും ഡോക്ടർ കൂടിയ പ്രശ്നമാണെന്ന് പറയും, എങ്ങനെയെങ്കിലും പുള്ളിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന. അപ്പം ഹെൻറിറ്റ ആണെങ്കിൽ ഡോക്ടർ ബോബിന്റെ ഭാര്യയായിട്ടും വലിയ കമ്പനിയൊക്കെയാണ്. ഹെൻറിറ്റയുടെ സുഹൃത്തുമായിരുന്നു. അപ്പം ഹെൻറിറ്റ സൈബൽറിംഗ് ആണ് ഡോക്ടർ ബോബിനെയും ആനിനെയൊക്കെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അവർ പറയുന്നത് അവർക്ക് ഈ ദൈവത്തിൽ നിന്ന് ചില ഗൈഡൻസ് ഒക്കെ കിട്ടും, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ബോബിനെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടാണല്ലോ രക്ഷപ്പെടുത്തണമെന്നുള്ള ചിന്തയായിരുന്നു ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഒരിക്കലാണ് ഡോക്ടർ പറഞ്ഞത്, എനിക്ക് മദ്യാസക്തിയുണ്ട്, ഇത് പറഞ്ഞ ആർക്കും മനസ്സിലാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആ കാലഘട്ടത്തിലാണ് വിൽസന്റെ ഫോൺ. ഉടനെ അവരുടെ ചിന്ത, അതും വളരെ പ്രശ്നമായ ഒരു വാചകമാണ് നമ്മുടെ, ദിസ് ഈസ് മന്ന ഫ്രം ഹെവൻ. ഇത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ദൈവ വിളി എന്നൊക്കെ പറയുന്നതാണ്.
അവര് പിന്നെ ബിൽ വിൽസനെ അവരുടെ ഗേറ്റ് ഹൗസ് അതിലേക്ക് വിളിക്കുന്നു. പിറ്റേ ദിവസം മീറ്റിംഗ് ഡോക്ടർ ബോബുമായിട്ട് ഒരാളുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ അന്നത്തെ ദിവസം പറ്റത്തില്ല. പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ നമ്മൾ അറിയാം ഡോക്ടർ ബോബ് അടിച്ച് പൂക്കുറ്റിയായിട്ട് വീട്ടിൽ ഇരിക്കുക. ഡോക്ടർ ബോബിന്റെ കഥയൊക്കെ അവർ പറഞ്ഞു. ബിൽ വിൽസന്റെ ഒക്കെ പറഞ്ഞു അയാളെല്ലാം ഡോക്ടറാണ്, മറ്റേതാണ്, മതം, ശാസ്ത്രം, ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഇതൊക്കെ ശ്രമിച്ചു. അപ്പം ആ ഞായറാഴ്ച ഡോക്ടർ ബോബും ആനിയും സൈബർലിങ്ങിന്റെ വീട്ടിലെത്തി. ഡോക്ടർ ബോബ് പറയുന്നുണ്ട് 15 മിനിറ്റിൽ കൂടുതൽ ഞാൻ ആ മനുഷ്യരുടെ അടുത്ത് സംസാരിക്കില്ല. ബില്ലിന്റെ ചിന്താഗതി, ഷെടാ ഞാനൊരു സ്റ്റോക്ക് ബ്രോക്കർ, സാധാരണ ഒരു സ്റ്റോക്ക് ബ്രോക്കറായി ഞാൻ ഈ ഡോക്ടറിന്റെ അടുക്കൽ എങ്ങനെയാ സംസാരിക്കുന്നത് എന്നുള്ളത്. എന്തുവാട്ടെ അദ്ദേഹം അവിടെ എത്തുന്നു. എങ്ങനെ എത്തുന്നു എന്നുള്ള ചരിത്രം, പുള്ളിയുടെ കാശില്ലായിരുന്നു, നടന്നൊക്കെ പോയെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അതോ പിന്നെ സൈബർലിങ്ക് കാർ അയച്ചു കൊടുത്തോ, അതിനെക്കുറിച്ചൊന്നുമില്ല. എന്തായാലും അവിടെ എത്തുന്നു. 5 മണിക്ക് ഈ സ്ഥലത്ത് ബില്ലെത്തുന്നു. അവര് രാത്രി 11 മണി വരെ സംസാരിച്ചത്. ബിൽ വിൽസൺ ഡോക്ടർ ബോബിനെ കണ്ടിട്ട് പറയുന്ന ആദ്യത്തെ വാചകം, നിങ്ങൾക്ക് വളരെ ദാഹം കാണും, ടേസ്റ്റ് ഉണ്ടാവും, നമുക്ക് കുറച്ച് സംസാരിക്കാം, ആദ്യം സമയമെടുക്കില്ല എന്ന് പറയും. കഥകൾ മുഴുവൻ പറയുന്നു ബിൽ വിൽസൺ. പുള്ളിയുടെ എക്സ്പീരിയൻസ്, സ്ട്രെങ്ത്, ഹോപ്പ് ഷെയർ ചെയ്യാണ്. പരാജയങ്ങൾ, പ്രതീക്ഷകൾ, പിന്നെ ഹോസ്പിറ്റലിൽ പോയ ഡി അഡിക്ഷൻ, ഭാര്യയുടെ സ്നേഹം, ജോലി, വീട്, സപ്പോർട്ട്, ഇങ്ങനെയുള്ള അവസാനം വന്നിട്ട് ഡോക്ടർ സിൽക്കോർത്ത് പറഞ്ഞ ഒബ്സഷൻ അലർജി. ഇത് ഇത്തരം കാര്യങ്ങൾ ഡോക്ടർ ബോബിന്റെ ഷെയർ ചെയ്തു. അപ്പൊ ഈ സമയത്ത് ഡോക്ടർ ബോബ് നമ്മൾ കണ്ടിട്ടുണ്ട് വെള്ളിയിലൊക്കെ ഈ പറയുന്നത് റിമ്മില്ലാത്ത കണ്ണട ഇപ്പൊ കിട്ടുമല്ലോ, അതാണ് വെച്ചിരിക്കുന്നത്. അയാൾ അതിൽ കൂടെ സൂക്ഷ്മമായിട്ട് ബിൽ വിൽസനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി പറയാണ്, ആർക്കും മനസ്സിലാവുന്നില്ലോ, എൻ്റെ സുഹൃത്തുക്കൾക്ക് പോലും, സഹപ്രവർത്തകർക്ക് പോലും മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഈ അപരിചിതൻ എൻ്റെ അടുക്കൽ ഒരു ചോദ്യങ്ങൾ പോലും ചോദിച്ചില്ല, എൻ്റെ അടുക്കൽ ഒന്നും പ്രീച്ച് ചെയ്തില്ല, എൻ്റെ അടുക്കൽ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ നമുക്കൊരുമിച്ച് എന്നൊന്നും പറഞ്ഞില്ല. അയാളുടെ ജീവിതത്തിന്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖ പറഞ്ഞു. അതാണ് പിന്നെ ഡോക്ടർ ഗുഡോൾ ടൈമസ് പറയുന്നത്. ബിൽ ഡോക്ടർ ബോബിനോട് വളരെ നന്ദിയോടെ പറഞ്ഞു, ഞാൻ ഹെൻറിറ്റ സൈബർലിങ്ങിനെ വിളിച്ചത് എനിക്കൊരു കള്ളുകൂടിയനെ ആവശ്യമായിരുന്നു, നിങ്ങളെക്കാൾ ആവശ്യം എനിക്കായിരുന്നു. നന്ദി ഞാൻ പറഞ്ഞതിന്, കേട്ടതിന്, ശ്രവിച്ചതിന്. ഇപ്പോൾ അറിയാം ഞാൻ കുടിക്കില്ല. അങ്ങനെയാണ് ആ ദിവസം കഴിയുന്നു. പിന്നെ ഡോക്ടർ ബോബിന്റെയൊക്കെ കഥ പറയുകയാണെങ്കിൽ തന്നെ 1-2 ദിവസം എടുക്കും. ഇത് ബിൽ മീൻസ് ഡോക്ടർ ബോബ്, ഭാര്യ, ബോബിന്റെ വീടാണ്. അതിനുശേഷം ആദ്യം കുറച്ച് ദിവസം പിന്നെ ബിൽ വിൽസൺ അവര് വാടകയ്ക്കെടുത്തോട്ട് ഒരു വീട്ടിൽ താമസിക്കുന്നു. അതിനുശേഷം ഡോക്ടർ ബോബിന്റെ കൂടെ താമസിക്കുന്നു. ലൂയിസിന് കത്തൊക്കെ എഴുതുന്നു. അവർ ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകളിൽ പോകുന്നവർ ഒരുമിച്ച് എല്ലാവരും കൂടെ പോകുന്നു. അപ്പൊ ഡോക്ടർ ബോബിനെ കുറിച്ച് 2 വാക്ക് പറയുക. പുള്ളി സാധാരണ പുള്ളിക്ക് ഭയങ്കര ഉറക്കമില്ലാത്ത ഒരിതായിരുന്നു. കള്ള് തീരുമോ എന്നുള്ള ചിന്ത. അവസാനം പിന്നെ ഇച്ചിരി നേരം ജോലി ചെയ്യും, കാശ് കിട്ടിയാൽ അതിന് പോയി കുടിക്കും. ഡോക്ടറായിരുന്നു പുള്ളി. പ്രോക്ടോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് ഇന്നാരോ പറഞ്ഞു, രക്തം ആസനത്തിന്റെ ഒക്കെ സർജറി ചെയ്യുന്ന സർജനോ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രൊഹിബിഷൻ സമയത്തൊക്കെ വീട്ടിൽ വാറ്റി കുടിച്ച് ഇവരെല്ലാം ഈ റോളൻഡ് അസാഡി ഇവരെല്ലാം തന്നെ അത് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അന്നത്തെ കാലഘട്ടത്തിൽ. പുള്ളിയുടെ അടുക്കൽ രോഗികൾ വരാൻ പഠിച്ചു. അദ്ദേഹം കുടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി.
മിഷിഗൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച വ്യക്തിയാണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് പല ജോലി ചെയ്തു ഈ കാര്യങ്ങൾ. ഒരു കുട്ടിയും ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. എപ്പോഴും മദ്യം തീരുമെന്നുള്ള പേടി. അങ്ങനെ ഉള്ള സമയത്താണ് ബിൽ വിൽസൺ വരുന്നതും ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. പുള്ളിക്ക് അതുവരെ ഡോക്ടർ ബോബൻ ആത്മീയമായിട്ട് എല്ലാ കാര്യങ്ങളും പറയാം, ഡോക്ടറുമായിരുന്നു. പക്ഷെ എന്താണ് പ്രോബ്ലം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ആ ഫിസിക്കൽ അലർജിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ബിൽ വിൽസണാണ്. അപ്പൊ ഇങ്ങനെ ഇരുന്ന സമയത്താണ് ജൂൺ 2nd വീക്കില് ഡോക്ടർ ബോബ് എല്ലാ വർഷവും പിന്നെ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ അറ്റ്ലാന്റയിലെ മീറ്റിങ്ങിന് പോകുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം പോകണം എന്ന് പറയുന്നു. ഭാര്യ അതിന് തടസ്സം നിൽക്കുന്നു. പോയാൽ കുടിക്കുമെന്നറിയാം. ബിൽ വിൽസൺ അവിടെയുണ്ട്. ബിൽ വിൽസൺ എന്തെങ്കിലും പറയുമോ? ബിൽ വിൽസൺ സാധാരണ അങ്ങനെ ഒന്നും ഇടപെടാറില്ല. പക്ഷെ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി ബിൽ വിൽസൺ പറയുന്ന ഒരു വാചകം, നാളെയാണേലും ഈ മനുഷ്യൻ സമൂഹത്തിലൊക്കെ നടക്കണ്ടല്ലേ, പോകട്ടെന്ന് പറയും, പോകുന്നെന്ന് പറയും. എത്ര മനോഹരമായ വാക്കാണ്. നാളെയാണെങ്കിലും നമ്മൾ ഒരു വീടിനകത്ത് പൂട്ടിയിരിക്കേണ്ട ആളല്ല. പക്ഷെ ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് പറയട്ടെ, ബോബ് മെഡിക്കൽ അസോസിയേഷൻ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് ധാരണയില്ല. എന്തായാലും പുള്ളി കുടിച്ചു, പ്രശ്നമായി. തിരിച്ചു വരുന്ന ദിവസം അതിൻ്റെ അത് രണ്ടോ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു നഴ്സിന്റെ, പുള്ളിയുടെ ഹോസ്പിറ്റലിലെ നഴ്സിന്റെ ഫോൺ കോളാണ് ബിൽ വിൽസന് പാനിക്കും കിട്ടുന്നത്. അടിച്ച് പോക്കുറ്റിയായിട്ട് എൻ്റെ വീടിൻ്റെ ഭാഗത്ത് കിടപ്പുണ്ട്. അവരവിടെ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്നു, ഡീറ്റോക്സ് ചെയ്യുന്നു വീട്ടില്. അങ്ങനെ ഇരുന്ന് ജൂൺ 10 ഡോക്ടറിനൊരു സർജറി ഉണ്ടെന്ന് പറയുന്നു. അപ്പം ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ഇതെല്ലാം കടന്നു പോകുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോഴൊന്നും ബിൽ വിൽസൺ വിശ്വാസമാകുന്നില്ല. ബിൽ വിൽസൺ ഇവർ രണ്ടുപേരുടെ കാറിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടുന്നു. പോകുന്ന സമയത്ത് എന്തോ ഒരു മദ്യം കഴിക്കാൻ കൊടുക്കുന്നുണ്ട്, ബിയർ. കൈയൊന്നും വരയ്ക്കുന്നുണ്ട്. ഇവർ വീട്ടിൽ വരുന്നു. രാത്രി 6 മണി കഴിഞ്ഞു, 7 മണി കഴിഞ്ഞു, 8 മണി കഴിഞ്ഞിട്ടും ബോബിനെ കാണുന്നില്ല. അങ്ങനെ അടിച്ച് പൂക്കുറ്റിയായെന്ന് വിചാരിച്ചു. 10-10:30 കണ്ടാകുമ്പോഴാണ് വരുന്നത്. അപ്പോഴ് പറയുന്നത്, പുള്ളി ഈ ബിൽ വിൽസൺ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ടെനൻസ് ഒക്കെ പറഞ്ഞതനുസരിച്ച് പലരുടെ കടക്കാരുടെ അടുക്കലും അവരുടെ അടുക്കലും ആമൻസിന് വേണ്ടി, പരിഹാരങ്ങൾക്ക് വേണ്ടി പോയതായിരുന്നു. ആ ദിവസമാണ് ഫൗണ്ടേഴ്സ് ഡേ ആയിട്ട് ജൂൺ 10. അതിൽ ചെറിയ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്. എന്തായാലും നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ ജൂൺ 10 എന്നാണ് അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ജൂൺ 10 എന്നുള്ള രീതിയിൽ നമ്മൾ ഫൗണ്ടേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. ഇനി ഒരുപാട് പറയാനുണ്ട്. 2-3 ഞാൻ വളരെ ഓടിച്ചാണ് പറഞ്ഞത്. ഒരുപാട് ആൾക്കാരുടെ, ഒരുപാട് ഡോക്ടേഴ്സിന്റെ, ഇതിനിടയ്ക്ക് ഒരു സൈക്കാട്രിസ്റ്റ് എഡ്വേർഡ് ഡൗളിംഗ് എന്നൊക്കെ പറഞ്ഞ, പിന്നെ ഇനിയും സെന്റ് തോമസ് ഹോസ്പിറ്റലൊക്കെ വരുന്നുണ്ട്. ആദ്യമായിട്ടൊരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൽക്കഹോളിക്സിനെ ട്രീറ്റ് ചെയ്യാൻ, സിസ്റ്റർ ഇഗ്നേഷ്യ. അതിനിടയ്ക്ക് ഹാരി ടിബറ്റ് എന്ന് പറയുന്ന സൈക്കാട്രിസ്റ്റ് വരുന്നുണ്ട് ബിൽ വിൽസന്റെ. എഡ്വേർഡ് ഡൗളിംഗ് നമ്മുടെ മെഡിക്കൽ അസോസിയേഷനിലൊക്കെ സംസാരിക്കാൻ ഹാരി ടിബറ്റ് ആണ് സൈക്കാട്രിക് അസോസിയേഷനൊക്കെ സഹായിച്ചത്. പിന്നീട് നമ്മുടെ ട്രസ്റ്റി ആയിരുന്ന പുള്ളി. അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, വളരെയധികം നന്ദി ഉണ്ടാവേണ്ട ഒരുപാട് ആൾക്കാരുടെ, അവരുടെയൊക്കെ ശ്രമം കൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നു. ഒരുപാട് സമയമെടുത്തു. 12 മണിയാവുന്നു. ബാസിൽ, താങ്ക് യു വെരി മച്ച്.